Hi guys, welcome back to VLearn Study Platform. First news, Huda against domicile rule changes. So, ഹരിയാന അസംബ്ലിയിലെ ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള ഭൂപേന്ദ്രൻ സിംഗ് ഹൂഡ അദ്ദേഹം ഹരിയാന ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനായിട്ടുള്ള ഡൊമിസൈൽ ഓഫ് സ്റ്റേറ്റ് അതിൻ്റെ പീരീഡ് ഓഫ് ടൈം 15 വർഷത്തിൽ നിന്ന് 5 വർഷത്തിലേക്ക് താഴ്ത്തിയതിനെതിരായിട്ടാണ് സംസാരിച്ചത്. സോ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് ഈ ഡൊമിസൈൽ. ഡൊമിസൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ഒരു പർട്ടിക്കുലർ റീജിയനിലോ ഒരു സിറ്റിസൺ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൊമിസൈൽ എന്ന് പറയാം. സോ ആ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമാണ് കീവേഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് സിറ്റിസൺഷിപ്പ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ വേണം. അതായത് നമുക്ക് സുപ്രീം കോർട്ടിൻ്റെ ഒരു ലാൻഡ്മാർക്ക് കേസുണ്ട്, പ്രദീപ് ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ആർട്ടിക്കിൾ 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഡൊമിസൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിസൈൽ ഓഫ് ഇന്ത്യ ആണ്, അതായത് ഡൊമിസൈൽ ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അല്ലാതെ ഡൊമിസൈൽ ഓഫ് സ്റ്റേറ്റ് എന്നൊരു പ്രൊവിഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡൊമിസൈൽ എന്ന് പറയുന്ന ടേമും ഡിഫൈൻ ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ 5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിസൺ ആരായിരിക്കണം, ആ ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള ആയിരിക്കണം. അല്ലാതെ ഡൊമിസൈൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡൊമിസൈൽ എന്ന് പറയുന്ന ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റും. അത് സിറ്റിസൺഷിപ്പിൻ്റെ പേരിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം അവിടുത്തെ ആ ഒരു സ്റ്റേറ്റിലെ വെൽഫെയർ സ്കീമോ പ്രോഗ്രാമോ പ്രൊവൈഡ് ചെയ്യുന്ന പേരിൽ കൊടുക്കാൻ പറ്റും. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ് ജീവിക്കുന്നത്, ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കേരള സ്റ്റേറ്റിൻ്റെ ഡൊമിസൈലിന് അവകാശമുണ്ട്. കാരണം ഞാൻ 15 വർഷമായിട്ട് ഇവിടെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ കേരളത്തിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ സ്കീമിലും പ്രോഗ്രാംസിലും ഞാൻ ഇൻക്ലൂഡ് ആവും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിസൈൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ടേം കോൺസ്റ്റിറ്റ്യൂഷനിലില്ല, അത് സിറ്റിസൺഷിപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡൊമിസൈൽ ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് ആർട്ടിക്കിൾ 5 പറഞ്ഞേക്കുന്നത്. ഡൊമിസൈൽ എന്ന് പറഞ്ഞ ടേമും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡൊമിസൈൽ ഓഫ് സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇത്ര പീരീഡ് ഓഫ് ടൈമും അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അത് സിറ്റിസൺഷിപ്പിൻ്റെ പേരിലല്ല, വെൽഫെയർ സ്കീമിൻ്റെ പേരിലാണ്. സെക്കൻഡ് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡൊമിസൈലും റെസിഡൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഡൊമിസൈൽ നേരത്തെ പറഞ്ഞു, ഇത്ര ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഡൊമിസൈലാണ്. പക്ഷേ റെസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കേരളത്തിലാണ് ഒരു 10-15 വർഷമായിട്ട് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടിയില്ലേ, അപ്പം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് വർക്കിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് മന്തോ അല്ലെങ്കിൽ ഒരു 2 ഇയറിന് വേണ്ടിയായിരിക്കും ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ റെസിഡൻ്റ് ആണ്, ഡൊമിസൈൽ അല്ല. അപ്പോൾ ഡൊമിസൈൽ എന്ന് പറയുമ്പോൾ ലോങ്ങർ പീരീഡും റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, മഹാരാഷ്ട്ര ടു അൺലോക്ക് ഹിസ്റ്ററി ഇൻ പ്രിസൺസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ യർവാഡ ജയിലിനെ പറ്റിയാണ് പറയുന്നത്. ഈ ജയിലിൽ നമുക്കറിയാം ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ തടവിലാക്കപ്പെട്ട ജയിലാണ്. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, അതുപോലെ തന്നെ അംബേദ്കറും ഗാന്ധിജിയും പൂന പാക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തത് ഈ ജയിലിൽ വെച്ചാണ്. 1897 സെഡീഷ്യസ് ആയിട്ടുള്ള എഡിറ്റോറിയൽസ് എഴുതിയതിന് ബാലഗംഗാധർ തിലകിനെ തടവിലാക്കിയതും ഈ ജയിലിൽ വെച്ച് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ചപേക്കർ ബ്രദേഴ്സിൽ പെടുന്ന ദാമോദർ ചപേക്കറിനെ 1898 ഇവിടെ വെച്ചാണ് തൂക്കിക്കൊന്നത്. ചപേക്കർ ബ്രദേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമോദർ ചപേക്കർ, ബാലകൃഷ്ണ ഹരി ചപേക്കർ, വസുഡിയോ ഹരി ചപേക്കർ. ബ്രിട്ടീഷ് പ്ലേ കമ്മീഷണർ ആയിട്ടുള്ള WC റാൻഡിനെ അസാസിൻ ചെയ്തതിൻ്റെ പേരിലാണ് ദാമോദർ ചപേക്കറിനെ ഇവിടെ വെച്ച് തൂക്കിക്കൊന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ ഫ്രാൻസ് എയർ എക്സസൈസസ് കൺക്ലൂഡ്സ്. സോ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബയലാറ്ററൽ എയർ എക്സസൈസിൻ്റെ പേരാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് അവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള എക്സസൈസിൻ്റെ പേരാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയും UAE എയർഫോഴ്സും തമ്മിലുള്ള എയർ എക്സസൈസിനെ ഡെസേർട്ട് ഈഗിൾ എന്നാണ് വിളിക്കുന്നത്. സോ കൺഫ്യൂസ്ഡ് ആവലും. ഡെസേർട്ട് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഫ്രാൻസും, ഡെസേർട്ട് ഈഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEയും ഇന്ത്യയും തമ്മിലുള്ളതാണ്.
നിഖിൽ ശ്രീവാസ്തവ ഈസ് ജോയിൻറ്റ് വിന്നർ ഓഫ് മാത്സ് പ്രൈസ്. സോ ഇതിൽ ഈ ഒരു ആർട്ടിക്കിളിൽ മൈക്കിൾ ആൻഡ് ഷീല ഹെൽത്ത് പ്രൈസിനെ പറ്റിയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. മൈക്കിൾ ആൻഡ് ഷീല ഹെൽത്ത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവലി കണ്ടക്ട് ചെയ്യുന്നൊരു പ്രൈസ് ഇവൻ്റാണ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയകളിലുള്ള ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് റിസർച്ചിന് വേണ്ടിയാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. 2017 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന് ഒരു മെഡലും 1 lakhുമാണ് ഇതിൻ്റെ ഒരു പ്രൈസായിട്ട് കൊടുക്കുന്നത്. ഈ ഇയറിൽ നിഖിൽ ശ്രീവാസ്തവ ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ജഡ്ജസ് റീകോൾ ഡാർക്ക് ഡേയ്സ് ഓഫ് എമർജൻസി. സോ എമർജൻസിയുടെ ഡാർക്ക് ഡേയ്സ് എന്ന് പറയുന്നത് 1975 1975 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി വിത്തൗട്ട് എനി റീസൺ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. അത് വ്യക്തിപരമായ കാരണത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ രാജ്യത്തെമ്പാടും ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. സോ ആ ഒരു ഡാർക്ക് ഡേയ്സിനെ പറ്റിയാണ് ഈ ജഡ്ജസ് റീകോൾ ചെയ്യുന്നത്. നമുക്കറിയാം സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുമ്പം സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ്. പക്ഷേ ഈ ഒരു സർക്കാരിയ കമ്മീഷൻ ഈ ഇൻറ്റേർണൽ എമർജൻസി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിന് ഒരു ബ്രോഡർ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കലാപങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയാം. പക്ഷേ സർക്കാരിയ കമ്മീഷൻ പറയുന്നത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല ഉൾപ്പെടുത്തേണ്ടത്, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന നാച്ചുറൽ കലാമിറ്റി, അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്ലഡ്, എപ്പിഡമിക്, ഇതും ഉൾപ്പെടണം. അങ്ങനൊരു ബ്രോഡർ ഡെഫിനിഷനാണ് സർക്കാരിയ കമ്മീഷൻ നൽകിയത്. എന്നാൽ 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ടേമിനെ ആർമ്ഡ് റെബലിയനാക്കി ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രോഡർ ഡെഫിനിഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ 44th അമെൻമെൻറ്റ് ആക്ട് വന്നത്. സോ അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി മിസ്യൂസ് ചെയ്ത പോലെ ഒരു എക്സിക്യൂട്ടീവ്സ് ഒരിക്കലും ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ചേഞ്ച് വരുത്തിയത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ടെസ്റ്റിംഗ് ദ എഫിക്കസി ഓഫ് എ നേസൽ SARS-CoV-2 വാക്സിൻ. എന്താണ് കോണ്ടെക്സ്റ്റ്? ഭാരത് ബയോടെക്കിൻ്റെ നേസൽ COVID-19 വാക്സിനായിട്ടുള്ള BBV154 അതിൻ്റെ phase 1 ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷനും അതിൻ്റെ പെർമിഷനും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ കൊടുത്തു. സോ എന്താണ് ഈ നേസൽ വാക്സിൻ? നമുക്ക് 3 രീതിയിലാണ് വാക്സിൻ കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് ഇഞ്ചക്ഷൻ മസിൽസിൽ കൊടുത്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ വാക്സിനാണ്, ലിക്വിഡ് സൊല്യൂഷൻ കൊടുത്ത് ഓറലി നമ്മൾ കൊടുക്കും. മിക്കവാറും കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്ട്രിൽസ് അല്ലെങ്കിൽ ഇൻഹേലേഷൻ വഴി, അതായത് നോസ്ട്രിൽസിൽ വാക്സിൻ സ്പ്രേ ചെയ്യുക. സോ ഈ ഒരു നേസൽ വാക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വൈറസ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്ട്രിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്രേ ചെയ്യുമ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലെ പ്രോട്ടീൻ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നോസിലും ആ ഒരു പ്രോട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എൻട്രി പോയിന്റിൽ വെച്ച് തന്നെ വൈറസിനെ എലിമിനേറ്റ് ചെയ്യാൻ നേസൽ വാക്സിനേഷൻ സഹായിക്കും. സോ ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എൻട്രി പോയിന്റിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലായിരിക്കും ഈ ഒരു വാക്സിൻ്റെ പ്രോട്ടീൻ സ്റ്റേ ചെയ്യുന്നത്. അത് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നേസൽ വാക്സിനേഷൻ മസിൽ ഇഞ്ചക്ഷൻ വാക്സിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് സിറിഞ്ചസും നീഡിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം സിറിഞ്ചസും നീഡിൽസ് വരുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പോസലും സേഫ്റ്റി മെറ്റേഴ്സും ഒക്കെ വളരെ എക്കണോമിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിറിഞ്ചസും നീഡിൽസിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഫാക്ടർ കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നേസൽ വാക്സിനേഷൻ എക്കണോമിക് വൈസ് ആണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു വൈറസിൻ്റെ എലിമിനേഷൻ്റെ ഒരു ഡെപ്ത് വെച്ച് നോക്കുമ്പം കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇഞ്ചക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ നേസൽ വാക്സിനേഷനിൽ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചലഞ്ചസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സക്സസ് റേറ്റ് തന്നെയാണ്. കാരണം നേസൽ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിനുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നമുക്ക് അത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ക്ലിനിക്കൽ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ അനിമൽ ടെസ്റ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ, ഹ്യൂമൻസിൽ നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇനി മസിലിൽ കൊടുക്കുന്ന വാക്സിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന വാക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. 0.1 ml ആണ് നേസൽ വാക്സിനേഷന് വേണ്ടി എടുക്കുന്നത്.
നെക്സ്റ്റ് ആർട്ടിക്കിൾ കോവിഡ്-19 വാക്സിൻസ് ആൻഡ് പോസിബിൾ സൈഡ് എഫക്ട്സ്. സോ വാക്സിനേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സൈഡ് എഫക്റ്റിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ടെൻഡർനെസ്, പെയിൻ, റെഡ്നെസ്, ഇച്ചിങ്, സ്വെല്ലിംഗ്, ഫറ്റീഗ്, ഫീവറിഷ്, ഹെഡേക്ക്, നോസിയ, muscle ache, lump at the injection site, fever, vomiting, flu-like symptoms, high temperature, sore throat, running nose, cough, chills. അതുപോലെ കുറച്ച് അൺകോമൺ സൈഡ് എഫക്ട്സും ഇതിൽ പറയുന്നുണ്ട്. ഫീലിംഗ് ഡെസി, ഡിക്രീസ് അപ്പറ്റൈറ്റ്, അബ്ഡോമിനൽ പെയിൻ, എൻലാർജ്ഡ് ലിംഫ് നോഡ്സ്, എക്സസീവ് സ്വെറ്റിംഗ്, ഇച്ചി സ്കിൻ. സോ വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ ഉടൻ തന്നെ നിയർ ബൈ ഹോസ്പിറ്റലിൽ ചെല്ലുക. അവിടുത്തെ കോവിഡ് ആപ്ലിക്കേഷനിൽ ഈ സൈഡ് എഫക്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സിൻ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കില്ല, അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് വുമൻ, അതുപോലെ പ്രഗ്നൻറ്റ് വിമൻ, ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പീപ്പിൾ. ഇമ്മ്യൂണോ കോംപ്രമൈസ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ളവർ, ഫീവർ ഉള്ളവർ, അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിസോർഡർ, ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരെയും ഈ വാക്സിനേഷൻ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ US ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ. സോ നമുക്കറിയാം പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വിഡ്രോ ചെയ്തിരുന്നു. ഇപ്പം പുതിയ ഗവൺമെൻറ്റാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ പാരീസ് എഗ്രിമെൻറ്റിലേക്ക് റീജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈമറ്റ് ഡീൽസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 1997 ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ക്ലൈമറ്റ് ആക്ഷൻ വരുന്നത്. അതിൻ്റെ പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് കാരണം എൻറ്റയർ വേൾഡ് സഫർ ചെയ്യാണ്. നമുക്കൊരു കോമൺ ഇഷ്യൂ ആണുള്ളത്. സോ എല്ലാ കൺട്രീസും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക, അതാണ് കോമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്ക് ഈ രാജ്യങ്ങളെയെല്ലാം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ US, UK, ഫ്രാൻസ്, ജർമ്മനി ഇവരൊക്കെയാണ്. ഇപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 1900 കാലഘട്ടത്തിൽ തന്നെ ഇൻഡസ്ട്രിയലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർക്ക് നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിൽ 1970-90 കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്ഡ് ആവാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് തന്നെ വന്നിട്ടുള്ളത്. എക്സാമ്പിളായിട്ടാണ് ചൈന, ഇന്ത്യയൊക്കെ. അതുകൊണ്ടാണ് അവരൊരു ഡെവലപ്പിംഗ് കൺട്രീസാണ് വിളിച്ചേക്കുന്നത്. സോ ഇതാണ് ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷനും ഡിഫറൻസ് ആയിരിക്കും. അതായത് ടെക്നോളജി ട്രാൻസ്ഫർ ആണെങ്കിൽ, റീസേർച്ചിലാണെങ്കിൽ ഇവരുടെ പേയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കണം കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. സെക്കൻഡ് യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബൈൻഡിങ് ഇൻ നേച്ചറാണ്. അതായത് ഇതിൽ ഒബ്ലിഗേഷൻസ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ പ്രോമിസസ് എല്ലാം ലീഗലി തന്നെ അത് കീപ്പ് ചെയ്യണമെന്ന് ഈ ഒരു പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് US ഈ ഒരു പ്രോട്ടോക്കോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. US ഫോർമർ പ്രസിഡൻ്റ് ആയിട്ടുള്ള ജോർജ് W. ബുഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടോക്കോളിൽ US സൈൻ ചെയ്യുവാണെങ്കിൽ US-ൻ്റെ എക്കണോമിക്ക് അത്ര നല്ലതല്ല. നെക്സ്റ്റ് ക്ലൈമറ്റ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പൻഹേഗൻ അക്കോർഡ്. 2009 ഈ ഒരു അക്കോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US, അതുപോലെ തന്നെ കുറച്ച് ബേസിക് കൺട്രീസ് ആയിട്ടുള്ള ബ്രസീൽ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു അക്കോർഡായിരുന്നു. US-ന് ഈ കൺട്രീസിനെ എല്ലാം ഒരു കൺവീൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു അക്കോർഡിൻ്റെ പ്രത്യേകത. ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ബൈൻഡിങ്, ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ലീഗൽ ബൈൻഡിങ് ഉണ്ട്. അത് വേണ്ട, എന്താണ് ഓരോ രാജ്യവും അവരുടെ കോൺട്രിബ്യൂഷൻ വോളണ്ടറി ആക്ഷൻസ് ആയിട്ട് എടുക്കുക. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വോളണ്ടറി ആക്ഷൻസ് ആണ് കൺട്രീസ് എടുക്കേണ്ടത്, ലീഗൽ ബൈൻഡിങ് അല്ല വേണ്ടേ എന്നാണ് ഈ അക്കോർഡിൽ പറയുന്നത്. അതുപോലെ ഈ ഒരു പ്രോട്ടോക്കോളിലെ മറ്റൊരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൺസെൻസസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതായത് അഗ്രിമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഈ ഒരു അക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ലീഗൽ ബൈൻഡിങ് ഉണ്ട്. കോപ്പൻഹേഗൻ അക്കോർഡിലാണെങ്കിലോ ലീഗൽ ബൈൻഡിങ് ഒന്നുമില്ല, വോളണ്ടറി ആക്ഷൻസ് ആണ്. പക്ഷേ എന്താണ്, എഗ്രിമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇതിന് പകരമായിട്ടാണ് പാരീസ് എഗ്രിമെൻറ്റ് വന്നത്. പാരീസ് എഗ്രിമെൻറ്റിൽ നേരത്തെ കോപ്പൻ അക്കോർഡിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ
എന്താണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നാഷണലി ഡിറ്റർമൈൻഡ് ആയിട്ടൊരു കോൺട്രിബ്യൂഷൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ലീഗൽ ബൈൻഡിങ്ങോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഓരോ രാജ്യവും എന്ത് ചെയ്യണം, അവരുടേതായിട്ടുള്ളൊരു സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അതായത് നാഷണലി അവരൊരു കോൺട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ഈ ഒരു പാരീസ് എഗ്രിമെൻറ്റ് നടന്ന സമയത്ത് തന്നെയായിരുന്നു ഒബാമ മാറിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഈ ഒരു നാഷണലി ഡിറ്റർമൈൻഡ് ആയിട്ടൊരു കോൺട്രിബ്യൂഷൻ സസ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാതെ വന്നു. അത് കണക്ക് തന്നെ ഇവർ പറഞ്ഞേക്കുന്ന ഒരു പ്രോമിസും ഇവർ പാലിക്കേണ്ടതില്ല. ഇപ്പോൾ പ്രോമിസസ് എന്ന് പറയുമ്പം പാരീസ് എഗ്രിമെൻറ്റിൽ US പറഞ്ഞ പ്രോമിസസ് ഇതാണ്: ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 2025 കൂടി 26 തൊട്ട് 28% വരെ കുറയ്ക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് UN ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിൽ US കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ടെക്നോളജിയിൽ റീസേർച്ചിലും ഒക്കെ ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒബ്ലിഗേഷൻസിൽ നിന്നെല്ലാം പിന്മാറാൻ വേണ്ടിയാണ് ട്രംപ് പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തത്. സോ പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തത് മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ക്വാളിറ്റി വെഹിക്കിൾ എമിഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ഡയല്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിന് കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുത്തു മാറ്റി. അതുപോലെ അവിടെയുള്ള എല്ലാ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും അദ്ദേഹം മാറ്റി. സോ ഇപ്പം റീസെൻ്റ്ലി US ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇനി പാരീസ് എഗ്രിമെൻറ്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻസ് ഉണ്ടാകത്തുള്ളൂ. ഒപ്പം തന്നെ റിസർച്ചിലാണെങ്കിലും അവിടെ ഫണ്ടിങ് ഈ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ വിഡ്രോവലോട് കൂടി ഫണ്ടിങ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്, ടെക്നോളജി വൈസ് ആണെങ്കിലും. സോ ഇതിലേക്കൊക്കെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. That's it. Waiting for your valuable suggestions. Thank you for watching.